This video is sponsored by Color Shield Roofing Sheets. കരുത്ത് കാലങ്ങളോളം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. UAE-യിൽ ഇന്ന് 450 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തറിൽ 1199 പേർക്കും ഒമാനിൽ 1142 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഒമാനിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ ലഭിച്ചതോടെ ഇന്നു മുതൽ ഷോപ്പിംഗ് മാളുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഐശ്വര്യ ചേരുന്നു ദുബായിൽ നിന്നും. ഐശ്വര്യ, ഏറ്റവും ആദ്യം അറിയേണ്ടത്, ഇന്നിപ്പോൾ പ്രവാസികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അതായത് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാട് പിൻവലിച്ചിരിക്കുന്നു. പകരം PP കിറ്റുകളും മാസ്കുകളും കയ്യുറകളും ധരിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്താം. ഇതിനോട് എങ്ങനെയാണ് പ്രവാസികൾ പ്രതികരിക്കുന്നത്, വിവിധ സംഘടനകൾ പ്രതികരിക്കുന്നത്? അതോടൊപ്പം എന്താണ് വിവിധ എമിറേറ്റുകളിലെയും മറ്റ് രാജ്യങ്ങളിലെയും കോവിഡ് സ്ഥിതിഗതികൾ? സംസ്ഥാന സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഇളവുകൾ ഏറെ ആശ്വാസമാണ് പ്രവാസികൾക്ക് നൽകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു പ്രവാസ ലോകത്തു നിന്നും ഉയർന്നു കേട്ടത്. ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നത് മിക്ക ഗൾഫ് രാജ്യങ്ങളിലും പ്രായോഗികമല്ലാത്തൊരു കാര്യമായിരുന്നു. UAE ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തി ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നുള്ളത് ഇപ്പോഴും സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ PPE കിറ്റുകൾ ധരിച്ചുകൊണ്ട് നാട്ടിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരും എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ UAE-യിൽ ഇതിനോടകം പരിശോധനകൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ നിന്നും യാത്രക്കാർ കേരളത്തിലേക്ക് എത്തുന്നത്. ഖത്തറിലാകട്ടെ എൽത്തറാജ് ആപ്പിൽ ഗ്രീൻ സോൺ ആണ് എങ്കിൽ അത് അംഗീകരിക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്കായിരുന്നു. ഇപ്പോഴും അവിടെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുവാനുള്ള സാഹചര്യമില്ല. അവിടെ ഒക്കെ തന്നെയും രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് അതത് രാജ്യങ്ങൾ പരിശോധനകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കായി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുവാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും സർക്കാരുകൾക്ക് അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത്. ഏതായാലും ഏറെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ്. കാരണം മാസങ്ങളോളം കാത്തിരുന്നതിന് ശേഷം നാളെ മുതൽ നാട്ടിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം പല പ്രവാസികൾക്കിടയിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറുകയാണ്. നാളെ മുതൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന രീതിയിൽ PPE കിറ്റുകൾ ധരിച്ചുകൊണ്ടും N95 മാസ്കും ഗ്ലവ്സും ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ ഈ 4 രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർ നാളെ മുതൽ വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നതായിരിക്കും. പ്രജിൻ, അതെ, പറയൂ. എമിറേറ്റുകളിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും സ്ഥിതിഗതികൾ എന്താണ് കോവിഡ് സംബന്ധിച്ച്? അതെ പ്രജിൻ, UAE-യിൽ ശ്രദ്ധേയമായ കുറവാണ് COVID-19 പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ COVID-19 പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടാകുന്നുണ്ട്. UAE-യിൽ ഇന്ന് 450 പേർക്കാണ് പുതുതായി COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം 2 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇപ്പോൾ 307 ആണ്. 702 പേർ കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ഇന്ന് UAE ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖത്തറിലാകട്ടെ ഇന്ന് 1199 പേർക്കാണ് പുതുതായി COVID-19 സ്ഥിരീകരിച്ചത്. 5 മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം 1582 പേർ സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒമാനിലാകട്ടെ ഇന്ന് 1142 പേർക്കാണ് പുതുതായി COVID-19 സ്ഥിരീകരിച്ചത്. 2 മരണം കൂടി ഒമാനിൽ റിപ്പോർട്ട് ചെയ്തു. 693 പേർ സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ നിയന്ത്രണങ്ങൾക്കെല്ലാം ഇളവുകൾ കൊടുക്കുന്ന ഒരു സമയമാണ്. ഇന്നു മുതൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകിക്കൊണ്ട് ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും ബാർബർ ഷോപ്പുകൾക്കും സലൂണുകൾക്കും ഒന്നും തന്നെ അനുമതി കൊടുത്തിട്ടില്ല. അതോടൊപ്പം സർവീസ് സെന്ററുകൾ, പാസ്പോർട്ടിന്റെ ഒക്കെ റിന്യൂവൽ സഹിതമുള്ള സർവീസ് സെന്ററുകളൊക്കെ ഒരു പക്ഷേ അടുത്ത മാസമേ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ എന്നും കൂടി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രജൻ, ഐശ്വര്യയാണ് വിശദാംശങ്ങൾ നൽകിയത് ദുബായിൽ നിന്നും. സൗദിയിൽ ദൈനംദിനം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 3123 കോവിഡ് കേസുകളും 41 മരണവുമാണ് ഇന്ന് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. 3123 കോവിഡ് കേസുകളും 2912 രോഗമുക്തിയും 41 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കോവിഡ് കേസുകളുടെ എണ്ണം 1,67,267 രോഗമുക്തരായവരുടെ എണ്ണം 1,12,797 മരണസംഖ്യ 1387 53,083 ആക്റ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ 2,129 പേർ ഗുരുതരാവസ്ഥയിലാണ്. 34,511 സാമ്പിളുകൾ പുതുതായി പരിശോധിച്ചു. ആകെ പരിശോധിച്ച സാമ്പിളുകൾ 13,80,031
ഇന്ന് മരിച്ച 41 പേരുടെ ഏരിയ തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. റിയാദ് 17, ജിദ്ദ 9, മക്ക 4, ദമാം 4, അബഹ 2, ഖുവയ്യ 2, മദീന 1, കമിഷ്മിഷെയ്ത്ത് 1, ഹുറൈംല 1. 50-ൽ കൂടുതൽ കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ ഇവയാണ്: ഹുഫൂഫ് 343, ദമാം 286, തായിഫ് 284, മക്ക 278, റിയാദ് 225, ജിദ്ദ 214, മുബറസ് 186, മദീന 156, ഖോബാർ 122, കമിഷ്മിഷെയ്ത്ത് 112, ഹായിൽ 83, ബുറൈദ 58, സഫ്വ 58. റിയാദിൽ മരണസംഖ്യ 208-ഉം ജിദ്ദയിൽ 454-ഉം മക്കയിൽ 391-മായി വർദ്ധിച്ചു. ജലീൽ കടമകലം, 24 ജിദ്ദ. കുവൈറ്റിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 41,849ആയി. 42 മലയാളികൾ ഉൾപ്പെടെ മരിച്ചവരുടെ ആകെ എണ്ണം 337ആയി. 3 പേർക്കാണ് ഇന്ന് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 3 പേർ കൂടി മരണമടഞ്ഞു. ഇതോടെ വൈറസ് ബാധിച്ച 42 മലയാളികളടക്കം മരിച്ചവരുടെ എണ്ണം 337ആയി ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 846 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതുവരെയായി 41,849 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 505 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം 32,809ആയി. ഇപ്പോൾ 8,733 പേരാണ് ചികിത്സയിലുള്ളതെന്നും ഇതിൽ 153 പേരാണ് തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുള്ള അൽ സനദ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 24 കുവൈറ്റ്. കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന സർക്കാർ ഒഴിവാക്കി. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡം സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. സൗദിയിൽ നിന്ന് വരുന്നവർക്ക് PP കിറ്റ് നിർബന്ധമായും വേണം. ഇനിയും എത്ര പേർ എന്ന തലക്കെട്ടിൽ ഒരു മാധ്യമം ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് കുത്തിത്തിരിപ്പെന്ന് മുഖ്യമന്ത്രി ഇന്ന് ആരോപിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ടെസ്റ്റ് സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ 72 മണിക്കൂറിനകത്ത് ടെസ്റ്റ് ചെയ്ത രേഖ കരുതണം. വന്നിറങ്ങുന്ന വിമാനത്താവളത്തിൽ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമാകണം. 14 ദിവസം നിർബന്ധിത നിരീക്ഷണത്തിൽ കഴിയണം. N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ ധരിക്കണം. സാനിറ്റൈസർ ഉപയോഗിക്കണം. ഖത്തറിൽ നിന്ന് വരുന്നവർ എയ്ത്രാസ് ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരാകണം. UAEയിൽ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമാകണം. സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവർ PPE കിറ്റ് ധരിക്കണം. ചാർട്ടർ വിമാന സമ്മതപത്രത്തിന് 7 ദിവസം മുമ്പ് അപേക്ഷിക്കണം. സംസ്ഥാനം ഒരു വിമാനവും തടഞ്ഞിട്ടില്ല. ഒരാളും വരേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ലെന്ന് മുഖ്യമന്ത്രി. ഒരു ഘട്ടത്തിലും സർക്കാർ പുറകോട്ട് പോയിട്ടില്ല. ഈ നിമിഷം വരെ കേരള സർക്കാർ ഒരു വിമാനത്തിൻ്റെ യാത്രയും മുടക്കിയിട്ടുമില്ല. ഒരാളുടെ വരവിനെയും തടഞ്ഞിട്ടുമില്ല. വിദേശ രാജ്യങ്ങളിൽ ഇതുവരെ മരണമടഞ്ഞവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച പ്രമുഖ മാധ്യമത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ രാജ്യങ്ങളിലെല്ലാം കേരളീയർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർ അവിടെ തുടരുകയും വേണ്ടവരാണ്. ഈ രാജ്യങ്ങളിൽ കേരളീയർ അരക്ഷിതരാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നവരെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവരെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുത്തിത്തിരിപ്പിനൊക്കെ ഒരു അതിര് വേണം കേട്ടോ. ഒരാളിൽ നിന്ന് നിരവധി പേരിലേക്ക് രോഗം പകരുന്ന സൂപ്പർ സ്പ്രെഡിന് പ്രധാന കാരണം വിമാനയാത്രയാണെന്നും ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. എന്തായാലും നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം നിബന്ധന സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു. ഇതിൽ പോസിറ്റീവായുള്ള പ്രതികരണമാണ് വിവിധ സംഘടനകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ വാർത്തകളിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ PP കിറ്റ് ധരിച്ചാൽ മതിയെന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഗൾഫിലെ സന്നദ്ധ സംഘടനകൾ. ഗൾഫിൽ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ തീരുമാനം അനുഗ്രഹമാകുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് പരിശോധന സാധ്യമല്ലാത്ത രാജ്യങ്ങളിലെ പ്രവാസികൾ PPE കിറ്റ് ധരിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതിയെന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് പ്രവാസികൾ. പല രാജ്യങ്ങളിലും പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് പ്രവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പിൻവലിച്ച് PPE കിറ്റ് ധരിക്കുന്നതുൾപ്പെടെയുള്ള പ്രായോഗികമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയതും പ്രവാസി സംഘടനകളാണ്. വൈകിയാണെങ്കിലും പ്രായോഗികമായ തീരുമാനമുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ഓൾ കേരള പ്രവാസി അസോസിയേഷൻ GCC കോർഡിനേറ്റർ ഇബ്രാഹിം ഷമീർ പറഞ്ഞു. മെയ് 17 മുതൽ റെഡ് ക്യാമ്പയിൻ എന്നൊരു ക്യാമ്പയിനുമായി ഓൾ കേരള പ്രവാസി അസോസിയേഷൻ മുന്നിട്ടിറങ്ങുകയും ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ ഒരു തീരുമാനം പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. റാപ്പിഡ് ടെസ്റ്റിന് സൗകര്യമുള്ള UAE പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുന്നവർ കോവിഡ് പരിശോധന നടത്തണം.
അല്ലാത്തവർ PPE കിറ്റ് ധരിക്കണം. അതോടൊപ്പം N95 മാസ്ക്, ഗ്ലൗസ്, ഫേസ് ഷീൽഡ് എന്നിവ ധരിക്കണം. ഇതിനു പുറമെ ഹാൻഡ് സാനിറ്റൈസർ കൈവശം വെക്കണം. നാളെ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. ജലീൽ കണമകലം, 24 ജിദ്ദ. വിമാനയാത്രയിൽ PPE കിറ്റ് ഉപയോഗിച്ചാൽ മതിയെന്ന സംസ്ഥാന സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് റിയാദിലെ പ്രവാസി സംഘടനകളും. ചാർട്ടേഡ് വിമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വന്ദേ ഭാരത് മിഷനിൽ കൂടുതൽ വിമാനങ്ങൾ ഉൾപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. ഒരാഴ്ചയായി പ്രവാസികൾ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. യാത്ര തടസ്സപ്പെടുമെന്ന ഭീതി ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് പ്രവാസ ലോകം. പ്രവാസികൾ ഒന്നിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് തെറ്റുതിരുത്താൻ ഇടയാക്കിയതെന്ന് OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. തെറ്റുകൾ മനസ്സിലായാൽ അത് തിരുത്തുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ PPE കിറ്റുകളാണ് സൊല്യൂഷൻ എന്നുള്ളത് ഇവിടുത്തെ സംഘടനാ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരുമൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ബജാബത്ത് സംഘങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെട്ടത്. പ്രവാസികളൊക്കെ രോഗവാഹകരായിക്കൊണ്ട് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരോഗ്യ സുരക്ഷയ്ക്ക് PPE കിറ്റ് മതിയെന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ നിർധനരായ പ്രവാസികൾക്ക് PPE കിറ്റ് കേരള സർക്കാർ ലഭ്യമാക്കണമെന്ന് ലോക കേരള സഭാ അംഗം ഇബ്രാഹിം സുബ്ഹാൻ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് എടുത്ത തീരുമാനം അല്പം വൈകിയാണെങ്കിലും വളരെ സന്തോഷവും സ്വാഗതാർഹവുമാണ്. ഇപ്പോൾ 3-4 മാസമായിട്ട് ജോലിയില്ലാത്ത ആളുകളും ഈ പ്രവാസികളുടെ ഈ പാവപ്പെട്ടവരുടെ കുറെ ആളുകളുണ്ട് നാട്ടിലേക്ക് പോകാൻ. അവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് ഇത് കിറ്റിന്റെ ഇതിന്റെ ഒരു വിലയും അതേപോലെ തന്നെ ഇതിന്റെ ലഭ്യതയും ഒക്കെ എത്രമാത്രം ബാധിക്കുമെന്നറിയില്ല. എങ്കിലും ഇത്തരം ചെറിയ കാര്യങ്ങളെങ്കിലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് ഇവർക്ക് ഈ പാവപ്പെട്ടവർക്കെങ്കിലും ഈ കിറ്റിന്റെ ഒരു സൗകര്യം ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള സൗകര്യം ചെയ്താൽ അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. സർക്കാർ തീരുമാനം റിയാദ് കേളി കലാ സാംസ്കാരിക വേദിയും സ്വാഗതം ചെയ്തു. പ്രവാസികൾക്ക് മതിയായ യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും കേളി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നാസറുദ്ദീൻ വിജയ്, 24 റിയാദ്. പ്രവാസികളുടെ മടക്കയാത്രയ്ക്ക് PPE കിറ്റ് മതിയെന്ന സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് ഓൾ കേരള പ്രവാസി അസോസിയേഷൻ. വിമാനത്തിലെ രോഗമില്ലാത്ത യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സുരക്ഷയ്ക്കായി എല്ലാ യാത്രക്കാരെയും ആശുപത്രി ജീവനക്കാരെ പോലെ പൂർണ്ണമായും PPE കിറ്റ് ധരിപ്പിച്ചുകൊണ്ട് വരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് ഓൾ കേരള പ്രവാസി അസോസിയേഷൻ ജൂൺ 17 മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. കൂടാതെ മെയ് 21 മുതൽ തന്നെ വിമാനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഫ്ലൈറ്റ് ടിക്കറ്റിനോടൊപ്പം PPE കിറ്റ് കൂടി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അസോസിയേഷൻ ക്യാമ്പയിനും തുടക്കമിട്ടിരുന്നു. കോവിഡ് പരിശോധന ഇല്ലാത്ത രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് PPE കിറ്റ് ധരിച്ചു വരാമെന്നും വിമാന കമ്പനികൾ ഇതിനായി സൗകര്യം ഒരുക്കണമെന്നുമുള്ള സർക്കാർ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് കുവൈറ്റിലെ പ്രവാസി ലീഗൽ സെൽ കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ്. PPE കിറ്റിനുള്ള ചെലവുകൾ സർക്കാർ വഹിക്കണമെന്നും കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ നോർക്കയും ലോക കേരള സഭയും മുൻകൈയെടുത്ത് കുറഞ്ഞ ചെലവിൽ ക്രമീകരിക്കണമെന്നും ബാബു ഫ്രാൻസിസ് പറഞ്ഞു. ജിദ്ദയിൽ നിന്നും സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനം കണ്ണൂരിലെത്തി. 256 യാത്രക്കാരാണ് ചാർട്ടേഡ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സൗദി എയർലൈൻസ് ആദ്യമായാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. ഇന്ന് രാവിലെ 9:30 ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട വിമാനം വൈകുന്നേരം 5:30 കണ്ണൂരിലെത്തി. ജിദ്ദയിലെ മർക്കസ് അലുമിനി എലൈറ്റ് എക്സ്പ്രസുമായി ചേർന്നാണ് ഈ ചാർട്ടേഡ് വിമാനം ഒരുക്കിയത്. റവാബി ട്രാവൽസ്, ജിസ്കോ സൊല്യൂഷൻസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ചാർട്ടേഡ് സർവീസ് നടത്തിയത്. കണ്ണൂരിലേക്കുള്ള ആദ്യ സർവീസിൽ 6 കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 256 യാത്രക്കാരുണ്ടായിരുന്നു. മർക്കസ് അലുമിനി സൗദിയിൽ നിന്ന് നടത്തുന്ന ആദ്യത്തെ ചാർട്ടേഡ് വിമാനമാണ് ഇതെന്നും വരും ദിവസങ്ങളിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സർവീസുകൾ ഉണ്ടായിരിക്കുമെന്നും അലുമിനി ഭാരവാഹികൾ അറിയിച്ചു. അർഹരായ ആളുകളെയാണ് നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞത് എന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങളുടെ തുടക്കമാണ്. ഇതിൻ്റെ പുറമെ റിയാദിൽ നിന്നും ദമാമിൽ നിന്നും കൂടുതൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ന് ജിദ്ദ KMCC ഒരുക്കിയ സൗദി എയർലൈൻസിന്റെ ചാർട്ടേഡ് സർവീസിൽ ഒരു കൈക്കുഞ്ഞുൾപ്പെടെ 251 പേർ കോഴിക്കോട്ടേക്കും യാത്ര തിരിച്ചു. ബോയിംഗ് 777-300 വിമാനമാണ് സൗദി എയർലൈൻസ് സർവീസ് നടത്തുന്നത്. വിമാനയാത്രക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമില്ല, PPE കിറ്റ് മതി എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്ന പശ്ചാത്തലത്തിൽ സൗദിയിലെ പല സന്നദ്ധ സംഘടനകളും കൂടുതൽ ചാർട്ടേഡ് സർവീസ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വാർത്തകൾ ഇനിയുമുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.
ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. കോവിഡ് പ്രതിസന്ധിയിൽ കുവൈറ്റിൽ നിന്ന് വിദ്യാർത്ഥികൾക്കായി രക്ഷിതാക്കൾ ചാർട്ടർ ചെയ്ത കുവൈറ്റ് എയർവേസ് വിമാനം കൊച്ചിയിലെത്തി. 222 വിദ്യാർത്ഥികളടക്കം 322 പേരാണ് നാട്ടിലെത്തിയത്. വിവിധ പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇവർ. നീറ്റ്, JEE, KEAM തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് അവസരം ലഭിക്കണം എന്ന ഒരു കൂട്ടം രക്ഷിതാക്കളുടെ ചിന്തയാണ് ചാർട്ടർ വിമാനം എന്ന ആശയത്തിലെത്തിയത്. സ്കൂൾ ഗ്രൂപ്പുകൾ, ട്യൂഷൻ ബാച്ചുകൾ, കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം, മറ്റു സംഘടനകൾ എന്നിവ വഴി രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. കണ്ണൻ, ജോർജ് മത്തായി, ജയപ്രകാശ്, രാജേഷ് സാഗർ, സഗീർ ഇബ്രാഹിം തുടങ്ങിയവരാണ് ഇവരുടെ യാത്ര ക്രമീകരിച്ചത്. 220 വിദ്യാർത്ഥികളടക്കം 322 പേരാണ് കുവൈറ്റ് എയർവേസ് വിമാനത്തിൽ കൊച്ചിയിൽ എത്തിച്ചേർന്നത്. PPE കിറ്റ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരുന്നു യാത്ര. ഞങ്ങൾക്ക് ഇപ്പോൾ PPE കിറ്റ് റെഡിയായിരിക്കുകയാണ്. ഇച്ചിരി അൺകംഫർട്ടബിൾ ആണ്, എന്നാലും സേഫ്റ്റി കംസ് ഫസ്റ്റ്. 220 വിദ്യാർത്ഥികളാണ്, 60% വിദ്യാർത്ഥികളാണ്. എന്തായാലും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. വലിയ താങ്ക്സ് ടു എവരി വൺ. വളരെ സന്തോഷം. നമുക്ക് ഏതായാലും എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി ഈ ഫ്ലൈറ്റ് സക്സസ് ആയതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം ഇനിയും നിരവധി മലയാളി വിദ്യാർത്ഥികളാണ് തുടർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാടടയാനായി കാത്തിരിക്കുന്നത്. 24 കുവൈറ്റ്. കുവൈറ്റിൽ നിന്ന് 324 യാത്രക്കാരുമായി കലാ കുവൈറ്റിന്റെ മൂന്നാമത്തെ ചാർട്ടേഡ് വിമാനം കുവൈറ്റ് എയർവേസ് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച കോഴഞ്ചേരി സ്വദേശി പ്രകാശ് ജോർജിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തെ വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചു. ആഫ്രിക്കയിലെ കെനിയയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മൂന്നാമത്തെ വിമാനം പുറപ്പെട്ടു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായാണ് സർവീസ്. നാളെ രാവിലെ 8 മണിയോടെ വിമാനം മുംബൈയിലെത്തും. കെനിയയിൽ നിന്ന് ഷെറി യോഹന്നാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വന്ദേ ഭാരത് മിഷന്റെ ആദ്യ വിമാനം ജൂൺ 5 നൈറോബിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയിരുന്നു. ജൂൺ 22 നൈറോബിയിൽ നിന്നും ഒരു ചാർട്ടേഡ് വിമാനം 36 മലയാളികൾ ഉൾപ്പെടെ 118 യാത്രക്കാരുമായി കോയമ്പത്തൂരിലേക്ക് പോയി. വന്ദേ ഭാരത് മിഷന്റെ മറ്റൊരു വിമാനം ഇന്ന് കെനിയൻ സമയം രാത്രി 8 233 യാത്രക്കാരുമായി മുംബൈയിലേക്ക് പുറപ്പെടും. ഇത് നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 ഡൽഹിയിലെത്തും. ഇതേക്കുറിച്ച് ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ മിസ്റ്റർ ആശിഷ് സിൻഹ സംസാരിക്കുന്നു. We are delighted to have our second repatriation flight under the Vande Bharat mission and third flight including one charter flight which has gone. There were issues of prioritizing the passengers because we had to see that who all had stronger compelling reasons, and the broad criteria we used was elderly, pregnant women, those who were here on short-term visas and their visas were expired, or the migrant workers who have been laid off from their jobs and they couldn't stay anymore. So based on these criteria, we have decided the passenger manifest for this flight. 24 Kenya. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. പുതിയതായി 655 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് 588 പേരാണ് ബഹ്റൈനിൽ സുഖം പ്രാപിച്ചത്. കോവിഡ് ബാധയെ തുടർന്ന് ബഹ്റൈനിൽ മരിച്ച മലയാളികൾക്ക് ബഹ്റൈൻ കേരളീയ സമാജം 1 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. കോവിഡ് രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്ന് മരണപ്പെട്ട മലയാളികളുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം നൽകുമെന്നും മരണപ്പെട്ട പലരുടെയും കുടുംബത്തിന്റെ അവസ്ഥകൾ വേദനാജനകമാണെന്നും മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. COVID-19 ബാധിച്ചു മരിച്ച മലയാളികളായ പ്രവാസികളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന വിവർണനാതീതമാണ്. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും കേരള കേന്ദ്ര സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനുമുണ്ട്. അതിനൊരു തുടക്കം എന്ന നിലയിൽ ബഹ്റൈനിൽ COVID-19 ബാധിച്ചു മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകുവാൻ ബഹ്റൈൻ കേരളീയ സമാജം മുന്നോട്ട് വന്നിരിക്കുന്നു. സമാജം നടപ്പിലാക്കി വരുന്ന വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സമാജം മെമ്പർമാരും ബഹ്റൈൻ മലയാളി പൊതുസമൂഹവും നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. 75 വയസ്സുള്ള സ്വദേശി പുരുഷനാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 68ആയി. പുതുതായി 655 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇവരിൽ 379 പേർ പ്രവാസികളാണ്. 264 പേർക്ക് സമ്പർക്കത്തിലൂടെയും 12 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. 588 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് സുഖം പ്രാപിച്ചവരുടെ എണ്ണം 17,450 ഉയർന്നു. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ.
കോവിഡ് പോരാട്ടത്തിലെ മുന്നണി പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് UAE സായുധ സേന. വിവിധ എമിറേറ്റുകളിലെ ആശുപത്രികൾക്ക് മുകളിൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയാണ് സേന ആരോഗ്യ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചത്. വ്യോമസേനയുടെ വ്യോമാഭ്യാസ സംഘമായ അൽ ഫുർസാനാണ് വർണ്ണാഭമായ കാഴ്ചയൊരുക്കിയത്. 3 ദിവസം നീണ്ടുനിന്ന പ്രകടനം UAE സായുധ സേനയുടെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സാണ് സംഘടിപ്പിച്ചത്. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികളടക്കം അബുദാബി മുസഫയിലെ 1 ലക്ഷത്തോളം പേരെ കോവിഡ് സ്ക്രീനിംഗിന് വിധേയമാക്കി. VPS ഹെൽത്ത് കെയർ ദേശീയ സ്ക്രീനിംഗ് പദ്ധതിയുടെ ഭാഗമായി അൽ മസൂദിൽ സ്ഥാപിച്ച താൽക്കാലിക കേന്ദ്രത്തിൽ 52 ദിവസത്തിനിടെയാണ് VPS ഹെൽത്ത് കെയർ 1 ലക്ഷത്തോളം പ്രദേശവാസികളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മുസഫയിലെ പരിശോധനാ യജ്ഞം പൂർത്തിയാക്കിയതായി പദ്ധതിക്ക് നേതൃത്വം നൽകിയ സർക്കാർ ഏജൻസികളായ അബുദാബി ഹെൽത്ത് കെയർ കമ്പനി, സഹേം ആംബുലേറ്ററി ഹെൽത്ത് കെയർ സർവീസസും അറിയിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കച്ചവടക്കാരുടെയും ഉപഭോക്താക്കളുടെയും ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പുതിയ കരട് നിയമത്തിന് UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗീകാരം നൽകി. സ്വതന്ത്ര വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ UAEയിൽ രജിസ്റ്റർ ചെയ്ത വ്യാപാര ഇടപാടുകളെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പരമാവധി സംരക്ഷിക്കുവാനും സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഉപയോഗപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് UAE ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചിരിക്കുന്നത്. നിയമലംഘകർക്ക് 2 വർഷത്തിൽ കുറയാത്ത തടവും 2 മില്യൺ ദിർഹം വരെയുമാണ് പുതിയ നിയമത്തിൽ നിർദ്ദേശിക്കുന്ന ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ ഇരട്ടി ഈടാക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശവും സ്വകാര്യതയും സംരക്ഷിക്കുന്ന നിയമത്തിൽ വിപണന തന്ത്രത്തിന് ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും അനുകൂലവും സുരക്ഷിതവുമായ അന്തരീക്ഷം ഒരുക്കണം. ഒപ്പം ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നൽകണം. കൂടാതെ സ്ഥാപനത്തിലെ വിൽപ്പനക്കാരുടെ സമ്മർദ്ദം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഉപഭോക്താക്കളെ ബാധിക്കരുത് തുടങ്ങിയവയാണ് നിയമത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഫ്രീ സോൺ മേഖലകളിൽ ഉൾപ്പെടെ UAEയിൽ രജിസ്റ്റർ ചെയ്ത വ്യാപാര ഇടപാടുകൾ എല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും. UAE പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും. അരുൺ പാറാട്ട്, 24 ദുബായ്. കഴിഞ്ഞ 10 വർഷമായി ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന ഐമാക് ബഹ്റൈന് കൊച്ചിൻ കലാഭവന്റെ ബഹ്റൈൻ ഫ്രാഞ്ചൈസി ലഭിച്ചു. കലാഭവന്റെ അംഗീകൃത ഫ്രാഞ്ചൈസി ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റി മാത്രമാണെന്ന് കലാഭവൻ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുഞ്ഞന്തോടത്ത് പറഞ്ഞു. കേരളത്തിലെ കലാകേന്ദ്രമായ കൊച്ചിൻ കലാഭവന്റെ ബഹ്റൈനിലെ പ്രവർത്തനം ഇനി മുതൽ ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ ആയിരിക്കുമെന്നും കലാഭവന്റെ അംഗീകൃത ഫ്രാഞ്ചൈസി ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റി മാത്രമാണെന്നും കലാഭവൻ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുഞ്ഞിയന്തോടത്ത്, സെക്രട്ടറി KS പ്രസാദ് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രിയമുള്ളവരെ, കൊച്ചിൻ കലാഭവൻ ബഹ്റൈനിൽ പുതിയ ഫ്രാഞ്ചൈസി ആരംഭിച്ചിരിക്കുകയാണ്. ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഡയറക്ടറായ മിസ്റ്റർ ഫ്രാൻസിസ് കൈതാരത്താണ് നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ കൊച്ചിൻ കലാഭവന് ബഹ്റൈനിൽ മറ്റു ഒരു ബ്രാഞ്ചസും ഇല്ല എന്നുള്ള വിവരം കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കലാഭവന്റെ ബഹ്റൈനിൽ ആരംഭിക്കുന്ന പുതിയ ഫ്രാഞ്ചൈസിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. നൂതനവും വൈവിധ്യവുമാർന്ന പ്രവർത്തനങ്ങളുമായി ഇനി ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നതെന്നും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു. ലോകപ്രശസ്ത കലാകേന്ദ്രമായ കൊച്ചിൻ കലാഭവന്റെ ബഹ്റൈൻ ഫ്രാഞ്ചൈസി ലഭിച്ചത് ഐമാക് ബഹ്റൈൻ്റെ 10 വർഷത്തെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കുകയാണ്. എല്ലാ വർഷവും നടത്തി വരാറുള്ള സമ്മർ ക്ലാസുകൾ ഈ വർഷവും മാറിയ സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നിന്നും നടത്തപ്പെടുന്നതാണ്. ക്ലാസിക്കൽ ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, സിനിമാറ്റിക് ഡാൻസ്, ഡ്രോയിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കരാട്ടെ, യോഗ തുടങ്ങിയ വിഷയങ്ങളിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഓൺലൈൻ സമ്മർ ക്ലാസുകൾ നടത്തപ്പെടുമെന്ന് പ്രിൻസിപ്പൽ സുദീപ് പത്തൻവേലിക്കര പറഞ്ഞു. പ്രത്യേകം സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ്സിലൂടെ പരിചയസമ്പന്നരും യോഗ്യരുമായ പ്രൊഫഷണൽ അധ്യാപകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. രജിസ്ട്രേഷനും വിശദവിവരങ്ങൾക്കും www.bahrainmediacity.com സന്ദർശിക്കാവുന്നതാണ്. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ. കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവർക്കായി കുവൈറ്റ് KMCC ചാർട്ടർ ചെയ്ത 2 വിമാനങ്ങൾ കൂടി ഇന്ന് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. 162 യാത്രക്കാർ വീതം ഇൻഡിഗോ എയർലൈൻസ് കണ്ണൂരിലേക്കും ജിസീറ എയർവേസ് കോഴിക്കോട്ടേക്കുമാണ് യാത്രയായത്. കോവിഡ് മൂലം കടുത്ത പ്രതിസന്ധിയിലായ 324 യാത്രക്കാരാണ് കുവൈറ്റ് KMCC ചാർട്ടർ ചെയ്ത 2 വിമാനങ്ങളിലായി ഇന്ന് യാത്ര തിരിച്ചത്. 162 യാത്രക്കാരുമായി പറന്നുയർന്ന ഇൻഡിഗോ എയർലൈൻസ് വിമാനം ഇന്ത്യൻ സമയം വൈകിട്ട് 6-ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. 162 യാത്രക്കാരുമായി പുറപ്പെട്ട ജസീറ എയർവേസ് വിമാനം ഇന്ത്യൻ സമയം കാലത്ത് 5-ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരും. രോഗികൾ, ഗർഭിണികൾ, പ്രായമായവർ, കോവിഡ് മൂലം കടുത്ത പ്രതിസന്ധിയിലായവർ, ജോലി നഷ്ടപ്പെട്ടവർ തുടങ്ങിയ നിരവധി യാത്രക്കാരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്.
KMCC നേതാക്കളായ ഖാലിദ് ഹാജി, അബ്ദുൾ റസാഖ്, മുഷ്താഖ്, ഷഹീദ്, റഫീഖ് എന്നിവരാണ് ഇവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കി യാത്ര ക്രമീകരിച്ചതെന്നും എല്ലാ യാത്രക്കാർക്കും ഫേസ് ഷീൽഡ്, മാസ്ക്, ഗ്ലൗസ് എന്നിവയും സ്നാക്സ് ബോക്സ് ഉൾപ്പെടെ നൽകാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സഹായകമായെന്നും KMCC പ്രസിഡന്റ് ഷർഫുദ്ദീൻ കണ്ണേത്ത് പറഞ്ഞു. കോവിഡ് മൂലം കടുത്ത പ്രതിസന്ധിയിലായി യാത്രാ ടിക്കറ്റിന് വരെ പണമില്ലാത്തവരും നിരവധിയാണ്. ഇവർക്ക് മേൽ വരും ദിവസങ്ങളിൽ PPE കിറ്റ് എന്നിങ്ങനെയുള്ള മറ്റ് ചിലവുകൾ കൂടി കേരള സർക്കാർ അടിച്ചേൽപ്പിക്കരുതെന്ന് KMCC ഭാരവാഹികൾ പറഞ്ഞു. 24 കുവൈറ്റ്. ഇതോടെ ഇന്നത്തെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ കളർ ഷീൽഡ് റൂഫിംഗ് ഷീറ്റ്സ്. കരുത്ത് കാലങ്ങളോളം.